ഫ്രണ്ട്സ്, ഇത് കണ്ട ഈ കാർ ഒരുമാതിരി വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിപ്പോയ പോലെയായി. കാറ് വീടിൻ്റെ ഉള്ളിൽ വെച്ച് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചതാ. ഞാൻ വിചാരിച്ചതാണോ? പക്ഷേ വീടിൻ്റെ ഉള്ളിൽ ഗ്ലിച്ചടിക്കുന്നതെന്ന് വിചാരിച്ചേ, പക്ഷെ റോഡിൽ ഗ്ലിച്ചടിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ എന്തായാലും ഞാൻ വേറെ പുതിയ കാർ എടുത്തിട്ട് വരാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മൾ വന്നിരിക്കുന്നത് സിറ്റി സിംസ് പാർട്ട് 4 ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. സോ കഴിഞ്ഞ പാർട്ടിൽ കണ്ട പോലെ തന്നെ ഈ പ്രാവശ്യം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ പിന്നെ ഇത് മറ്റേ പുഷ് എന്നൊക്കെ എഴുതിയിരിക്കുന്ന സാധനം, ഇത് പുതിയ വെൻഡ് മെഷീൻ പോലത്തെ അപ്ഡേറ്റ് ആയതാണ് തോന്നുന്നു കേട്ടോ ഗെയിം. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി നോക്കി അറിയാം ഇത് അപ്ഡേറ്റഡ് ആയതാണോ എന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അങ്ങോട്ട് പോകണം. നമുക്ക് നമ്മുടെ അടുത്തുള്ളതിലേക്ക് പോകാം. അടുത്ത് സ്ഥലമായോ നമ്മളിതപ്പോൾ അങ്ങോട്ട് പോവാണ്. ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് തന്നെ പോവാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ പാട്ടത്തെ പോലൊന്നും അത്രയ്ക്ക് ഇങ്ങനെ സ്കിപ്പാക്കി വിടുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് നേരെ കണ്ടു, ഈ മാപ്പിൽ ഇങ്ങനെ ബ്ലൂ കളർ കാണിക്കും. ഈ ബ്ലൂ കളർ ഫോളോ ചെയ്ത് പോയാൽ നമുക്ക് ആ സ്ഥലത്തെത്താം. അപ്പോൾ ഈ ഒരു കളിച്ച് തീരുമ്പോഴേക്കും എല്ലാ കാറും എൻ്റെ കയ്യിൽ ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു ഇമാജിനേഷനിൽ പറയുകയാണെങ്കിൽ. അതായത് ഇതിലെല്ലാ സംഭവങ്ങളും നമുക്ക് എടുക്കാം. പക്ഷേ റോബോട്ടൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ ഇവിടേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ കണ്ട ഒരാളൊക്കെ നടന്നു പോകുന്നത് മാനേജറാന്ന് തോന്നുന്നു. പക്ഷേ പക്വതൊന്നുമില്ല, കൊച്ചു കുട്ടികളല്ലേ. നമുക്ക് വണ്ടിക്ക് സ്ക്രാച്ചൊന്നും വരുത്താതെ ഈ പോസ്റ്റ് സാധനം എന്താ ഇടിച്ച് തകർത്ത് നമുക്ക് വിളിക്കുക. സ്ക്രാച്ചൊന്നും ഉണ്ടാവില്ല. മറ്റേ നമ്മുടെ മുറ്റത്തെ സംഭവമൊക്കെ പൊട്ടിയിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ഇത് മറ്റേ സ്ഥലമല്ലേ, മറ്റേ നമ്മൾ പണ്ട് കളിച്ചത്. അപ്പോൾ ഇതൊക്കെ എല്ലാം കണക്റ്റഡ് ആണല്ലേ. അപ്പോൾ ഈ റോപ്പ് ഹീറോ കണക്റ്റഡ് ഉണ്ടാവില്ല. അത് അതിൻ്റെ ഹീറോസിൻ്റെ ഇതിൽ മാത്രമേ ചിലപ്പോൾ കണക്റ്റ് ഉണ്ടാവുള്ളൂ തോന്നും. പിന്നെ അതൊക്കെ ഓരോരോ ഗെയിംസാണ്. ഇത് മൊത്തം കണക്റ്റഡാണ്. അപ്പോൾ നമുക്ക് ഇതിൽ പുതിയുള്ള സാധനങ്ങൾ, അതുപോലെ പുതിയുള്ള ഈ ജീപ്പുകളും കാറുകളൊക്കെ എടുത്തിട്ട് എൻ്റെ പഴയ സ്ഥലത്തേക്ക് പോകാം അല്ലേ. അവിടെയൊക്കെ എൻ്റെ വീടുണ്ടാകും. ഒന്ന് അടിച്ചാൽ മതി, അപ്പം തന്നെ തലകറങ്ങി വേണ്ട. എന്താ പറയുക, ഒരു ഇമ്മ്യൂണിറ്റി പവറും ഇല്ല. ഒരുത്തന്നെ ഇവിടുത്തെ കിടന്നൊക്കെ തരുന്ന അവൻ്റെ മേത്ത് കൂടെ കയറ്റാൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി പുറത്തേക്ക് പോവാം. അപ്പോൾ നമുക്കിനി ഇവിടെ നോക്കണത് ശരിയല്ല. ഇവരെ മറ്റേ ഗ്ലിച്ച് അടുപ്പിച്ചാലോ എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ നിൽക്കണത്. അതുകൊണ്ട് ക്രെയിനിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ നടന്നോണേ യൂസ്ലെസ്. അത് തട്ടിയിട്ട് പോസ്റ്റൊന്നും പൊളിഞ്ഞില്ലേ ഇവിടെ? എന്താ അവനൊക്കെ ജിമ്മിൽ പോയിട്ട് കാര്യം? ഒരുത്തനോട് അത് പോസ്റ്റ് കൊണ്ട് അടിച്ചതാണ്. എന്നാലും ഇങ്ങനെയൊക്കെ വീഴാൻ പാടും. ഇത് നമ്മളന്നൊക്കെ വന്ന സ്ഥലം, നമ്മളന്ന് മറ്റേ ഇത് വീഴ്ത്തിയ സ്ഥലം തോന്നുന്നു. എനിക്ക് അവിടേക്ക് പോകണ്ട. അപ്പോൾ ഇവിടെ തന്നെ കുറേ കറങ്ങി നിൽക്കാമെന്ന് എൻ്റെ ഒരു ഉദ്ദേശത്തിൽ പറയുകയാണെങ്കിൽ. ഇത് നല്ല കൺട്രോളുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര കൺട്രോളാട്ടോ. നിങ്ങൾ ഈ ഗെയിം കളിക്കുകയാണെങ്കിൽ ഒന്ന് വാങ്ങിക്കണം. അത്യാവശ്യം നല്ലൊരു കാറാണ്. കാരണം നിങ്ങളിപ്പോൾ വിചാരിക്കും അധികം സ്പീഡൊന്നും ഇല്ലല്ലോ എന്ന്. സ്പീഡില്ലെങ്കിലും സംഭവം കണ്ട നല്ല സ്മൂത്ത്നെസ്. ബാക്കി മറ്റേ റെൻറ്റിന് എടുക്കുന്ന കാർസൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ കാർസിൽ അധികം പിന്നെ കൺട്രോളിങ് ഇല്ല. അതായത് നമ്മൾ വളയ്ക്കുകയാണെങ്കിൽ അധികം വളഞ്ഞു പോകും, അല്ലെങ്കിൽ സ്കിഡ് അടിച്ച് അവിടെ നിൽക്കും, അല്ലെങ്കിൽ സ്ലോ ആവും. ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് ഒത്തിരി മീൻസ് നല്ല ബോൾഡായിട്ട് നിൽക്കുന്നുണ്ട്. അത് നോക്ക്, 2 കാറൊക്കെ ഇതുപോലത്തെ ഡിമാൻഡ് കൂടി തോന്നി ഈ കാറിനൊക്കെ. സംഭവം എന്തെങ്കിലും ഇരിക്കണ പൊളിക്കാറാണ്, എന്ത് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇനി ഇത് കൂടെ പോകുമ്പോൾ അയ്യോ, എൻ്റെ കാറിന് തീ പിടിച്ചുള്ള തീയില്ല, മറ്റേ പുക വരാൻ തുടങ്ങി. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ
ചിലപ്പോൾ തീ പിടിക്കായിരിക്കും. അതായത് എന്തായാലും സ്വാഭാവികമായിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇടിക്കും. അങ്ങനെ ഇടിച്ചിടിച്ച് പോവുകയാണെങ്കിൽ എൻ്റെ വണ്ടി ഉറപ്പായിട്ടും തകരാറിലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ചാടിക്കളഞ്ഞ് ബെസ്റ്റ് ഐഡിയ. അത് ഉള്ളിക്ക് മുങ്ങിപ്പോയില്ല. ഇനി കാർ എടുക്കാൻ പറ്റുമോ? കാർ എടുക്കാൻ പറ്റില്ല. ശരിയാ, കാറെങ്കിലും പുറത്തേക്ക് എടുക്കാൻ പറ്റുവാണാവോ? ഞാൻ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. പറ്റില്ല, ഞാൻ മുങ്ങിപ്പോണ തരത്തിലുള്ള വെള്ളം. അപ്പോൾ അതിന് നമുക്ക് നേരെ കരയ്ക്ക് തന്നെ കയറാം. എന്നിട്ട് നമുക്ക് കുറച്ച് ദൂരെ പോയിട്ട് ഈ കാർ ഓർഡർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എന്നിട്ട് ഞാനിപ്പോൾ വരാം. ഈ വീടെന്താ ഒരുമാതിരി കുട്ടികൾ കല്ലെറിഞ്ഞാൽ തോന്നുന്നു. എന്താടാ അയാളെ പാടിക്കൊണ്ട് പോകണേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ എന്തായാലും ഞാനിപ്പോൾ കാർ ഓടിച്ചിട്ട് തരാം. അങ്ങനെ ഫ്രണ്ട്സ്, ഞാൻ കാറും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എക്സ്പ്ലോർ. അപ്പോൾ ഇനി ഫ്രണ്ട്സ്, എൻ്റെ പഴയ വീട് അവിടെ തന്നെ ഉണ്ടെന്ന് നോക്കട്ടെ. ഈ സംഭവം എന്താ അറിയില്ല, ചിലപ്പോൾ ഇനി വേറെ വല്ല ഗ്രാമമാണെങ്കിൽ. അപ്പോൾ എൻ്റെ വീടല്ല, അല്ല ഇത് ഫസ്റ്റ് സെക്കൻഡത്തെ വീടായിരുന്നില്ലേ? അതിപ്പോഴും ഓപ്പൺസാണ്. ഇത് ഇപ്പോഴും ഓപ്പണായിട്ടാണ് കിടക്കുന്നത്. അയ്യോ, ഈ കിടക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്ന വേണോ? ഞാൻ വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾ കമൻറ്റ് ചെയ്യും. എനിക്കൊന്നും അറിയില്ല. എന്തായാലും ഞാൻ ചെക്ക് ചെയ്യും. അപ്പോൾ പണ്ടത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ കാണുന്നവർ സ്ഥിരം ആൾക്കാർ കമൻറ്റ് ചെയ്താൽ അവരുടെ വീഡിയോയിൽ ഞാൻ കമൻറ്റ് ചെയ്യണതാവും. ഓക്കെ, അപ്പോൾ നമുക്ക് കീപ് ദ എക്സ്പ്ലോറിങ്. അപ്പോൾ നമ്മുടെ വീടൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. മറ്റേ കാറ് സ്പോൺ ആവുന്ന സ്ഥലം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നന്നായിട്ടുണ്ടാണാവോ? അല്ല, നന്നായിട്ടില്ല, അതൊക്കെ ഇപ്പോഴും വർക്ക് ചെയ്യണുണ്ടാണാവോ? അപ്പോൾ നമുക്കിനി നേരെ ഈ വഴി കൂടെ കയറി മോളിക്ക് വഴി കൂടെ പോയി അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പോലീസൊക്കെ പിടിക്കാൻ വന്നിട്ട് ഇത് കൂടെയൊക്കെ വന്ന ഓർമ്മയുണ്ടോ? ഇത് കൂടെയൊക്കെ വരുന്നത് അതൊക്കെ ഒരു സംഭവമാണ്. അതൊക്കെ മറ്റേ ഗെയിം കയറ്റാൻ പറ്റായൊന്നുമില്ല. പക്ഷേ ഇതായിരുന്നു പണ്ടത്തെ മിലിറ്ററി ബേസ്. അപ്പോൾ ഇവിടെ കണ്ടോ പട്ടാളക്കാർ നടക്കണേ, മണ്ടന്മാർ. ഇമാർ വെറുതെ തോക്കും പിടിച്ച് നിൽക്കും. അത്രയാണ്. മീൻസ് നമ്മളെ കൊല്ലാൻ പറ്റാതെയൊന്നുമില്ല, നമ്മളെ എപ്പോഴെങ്കിലും കൊല്ലും. നമുക്ക് ഇവിടെ നിൽക്കുക. ചിലപ്പോൾ അവർ നമ്മളെ അറ്റാക്ക് ചെയ്തല്ലോ. പറഞ്ഞ പോലെ അറ്റാക്ക് ചെയ്യില്ലല്ലേ? അപ്പോൾ എന്തായാലും ഈ പോലീസിൻ്റെ പിന്നിലിങ്ങനെ ഫോളോ ചെയ്യാം എന്ന് വിചാരിക്കണ്ട. ഞാനേ അങ്ങനെ ഫോളോ ചെയ്യാറില്ല പോലീസിൻ്റെ ബാക്കിൽ. പോലീസിൻ്റെ ബാക്കിൽ പോലീസ് അങ്ങനെ കിടന്നു കഴിഞ്ഞോട്ടെ. പോലീസ് ഒരു വളവ് കഴിയുമ്പോഴേക്കും ഞാൻ ഒരു റൗണ്ട് അടിച്ചിട്ടുണ്ടാവും. ഇവിടെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ, പൂരപ്പുറം പോലെ തന്നെ. ഇവിടെ ഇനി എന്തൊക്കെ, അയ്യോ ഇവിടെ വെള്ളമാണ്, എന്നാലും കുഴപ്പമില്ല. നോക്ക് ഷോക്ക് അബ്സർ എന്ത് ചെയ്യാന്നറിയോ? ഷോക്ക് അബ്സറിൻ്റെ ഓരോ കാര്യങ്ങൾ. അതാണ് ഞാൻ ഈ വണ്ടി വാങ്ങിക്കാൻ. അയ്യോ, അത് ഇറങ്ങിയതുണ്ടോ? ഷോക്ക് അബ്സർ. ഇവിടേക്ക് തന്നെ കുഴപ്പമില്ല അല്ലേ? അങ്ങനെ തളർന്ന് കിടന്നു. അത് കണ്ട സസ്പെൻഷൻ. മതിലൊന്നും അത്രയ്ക്ക് ഇടിച്ചാൽ പൊട്ടുന്നില്ല. കട്ടയുടെ സിമെൻ്റൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കണേ. അപ്പം നമുക്കിനി ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് അത്യാവശ്യം പാടാണ്. കാരണം വളഞ്ഞിട്ടൊക്കെ വരാം. അതായത് പുറത്തുനിന്ന് ആർക്കും അങ്ങനെ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. അതാണ് അങ്ങനെ വെച്ചിരിക്കണേ. അതുപോലെ ബുള്ളറ്റ്സൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ ആൾക്കാർക്ക് വരാനും പറ്റും. പക്ഷേ ബുള്ളറ്റ്സ് അധികം ഉള്ളിലേക്ക് വരില്ല എന്നാണ് തോന്നുന്നത്. അതിനാന്ന് തോന്നുന്നു. ഇവിടെ ഹെലികോപ്റ്ററൊക്കെ ഇവിടെ പീരങ്കിയൊന്നും ഇല്ലേ? ഇവിടെ ഇതിൽ ഗെയിമിൽ വയലൻസ് ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഡയമണ്ട് എടുക്കാം. പറഞ്ഞ പോലെ ഡയമണ്ട് ഈസ് പ്രഷ്യസ്. എനിക്കിഷ്ടം. അയ്യടാ, രണ്ടാമത്തെ ആയിട്ടുള്ളൂ 25.
അപ്പം ഞാൻ എത്ര പ്രാവശ്യം ചത്തപ്പോൾ എത്ര ഡയമണ്ട് പോയാണാവോ. ഞാനൊന്ന് കളക്ട് ചെയ്തൊരു ഡയമണ്ടാണോ എന്നൊരു സംശയം. ഒന്ന് കാറ് പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ പിന്നെ ഇവന്മാരുടെ ഒരു കമ്മ്യൂണിറ്റി തന്നെ ഇവിടെ ഉണ്ട്. പോണണ്ട തംബ്നെയിലായിട്ടിപ്പോൾ എന്തിടും? തംബ്നെയിൽ ഇത് തന്നെ ഇടാൻ തോന്നുന്നു. അത് ഞാൻ പിന്നെ എടുത്തോളാം. അപ്പം എന്തായാലും ഇവിടെ നിന്നിട്ട് തംബ്നെയിൽ എടുക്കാം. ഇവിടെ നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് ഇനി ഞാൻ അത് ഈ കാറിന് മേത്തി കയറാം. അതുപോലെ തന്നെ എന്നിട്ട് ഇങ്ങനെ നിൽക്കാം. ഇങ്ങനെ നിൽക്കണ പോലെ അല്ല വേണ്ട. ഹെലികോപ്റ്റർ പാഡ് മാത്രം വേണം. ഇത് തന്നെ ഇത് മതി. ഇതാകുമ്പോൾ ഹെലികോപ്റ്റർ പാഡാണെന്ന് മനസ്സിലായില്ലെങ്കിലും ഒരു മിലിറ്ററി വേസ് എന്ന് പറയുന്നുണ്ട് ലുക്കുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി കയറിയിട്ട് കണ്ടിന്യൂ എക്സ്പ്ലോറിങ്. അപ്പോൾ നമ്മൾ ബാക്കി മിലിറ്ററിക്കാരന്മാരെയൊക്കെ അടിച്ച് ഇവര് മറ്റേ കെൽവറ്റ് എന്തൊക്കെയോ ഇടുമല്ലോ, കെൽവറ്റോ അങ്ങനത്തെ സാധനം ഉണ്ടല്ലോ അവരുടെ ബുള്ളറ്റ് പ്രൂഫ് ആർമറിൽ. കെവലർ അത് തന്നെ. ഞാനിപ്പോൾ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ ചെയ്യുമേ? ആരോടാ എന്നെ വെടിവെച്ചതാണോ? അല്ലേ എടാ ഇവനില്ലേ നമുക്കൊക്കെ പണി തരുവാടാ. നമ്മൾ കഴിഞ്ഞ മറ്റേ ഗെയിമിലൊക്കെ ഇവനെയൊക്കെ കുറച്ച് ശല്യപ്പെടുത്തിയിട്ടില്ലേ. ഇവൻ അടുത്ത് നിൽക്കുമ്പോൾ നമ്മളവരെ വെടിവെച്ച് ഇടാറില്ലേ, ഇവനെ കൊല്ലാറില്ലേ. അതിന്റെ പകരമാടാ ഇതൊക്കെ. അയ്യോ, നമ്മൾ കുറച്ച് എനിമീസ് പോലെ റെഡ് കളർ മാപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവനെയും കൂടെ നമുക്ക് എനിമിയാക്കാം. കണ്ടോ, പേടിയാണ് ഇവർക്ക്. ഇതുണ്ടാവും അവൻ കണ്ടു ഓടുന്നത്. അതിൽ ഓടറാ ഓരോ കൗണ്ടർ. അപ്പം ഞാൻ ഈ വണ്ടി എന്തായാലും പുറത്തേക്ക് കൊണ്ടുപോകണില്ല. ഷോക്ക് അപ്സർ അപ്പോൾ എന്തായാലും ഈ വണ്ടി ഇനി കളയാൻ പോകണില്ല. കാരണം എന്തായാലും പൊട്ടിയാൽ എനിക്ക് വേറെ ഓർഡർ ചെയ്യാമല്ലോ. അപ്പോൾ തീ പിടിച്ച് എനിക്ക് ഇന്ന് ഇറങ്ങാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം കൈകാര്യം ചെയ്യാം. ഓക്കെ, അപ്പോൾ സംഭവം ഞാൻ മാറ്റണില്ല. ഇത് പൊട്ടിത്തെറിച്ച നീ മാറ്റി ഫസ്റ്റ്. എൻ്റെ ഇടത്ത് കളി നടക്കില്ല മോനെ. സംഭവം ഞാനാണ് കയറി വന്നത്. എന്നാലൊന്ന് സഹകരിച്ചൂടെ? ഞാൻ എന്തായാലും ഇടിച്ചു കയറാൻ പറ്റില്ലല്ലേ. എന്തായാലും ഞാൻ അവൻ്റെ മുമ്പ് കൂടെ കയറും. മൂക്കിൽ പരിപ്പോടാ, അല്ലാതെ പരിപ്പോടാ എനിക്ക് മൂക്കിൽ പരിപ്പ് പോയിന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പണ്ട് വന്ന വഴിക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അയ്യോ വണ്ടി മുട്ടരുത്, പുകയുണ്ട് വണ്ടി, എന്നാലും മുട്ടരുത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ പണ്ട് വന്ന വഴിയാണത്. ഇത് മറ്റേ വഴി എവിടെ, മറ്റേ പാലൊക്കെ ഉള്ളത് അത് എവിടെയാണാവോലെ? എന്തോ മറ്റേ ബ്രിഡ്ജ് പോലെ. അപ്പോൾ നമുക്കിനി ആ വഴി കൂടെ വന്ന് നോക്കാം. എന്തായാലും ഇത് കൂടെ കിട്ടിയാൽ ഇത്തിരി സമയം എടുക്കണം തോന്നുന്നു. അപ്പോൾ ഇന്നത്തോടെ കഴിയൂടെ നോക്കാം. അപ്പോൾ നമുക്കിതാ ഇതിൽ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ വഴി. അപ്പോൾ ഇതിൽ കൂടെ വന്നാൽ ആ പാലത്തിൽ കൂടെ വരാം. ഇതാണ്ട ഈ പാലത്തിൽ കൂടെ വരാം. സോ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തോടെ ഇത് കഴിയില്ല. അപ്പോൾ കുറച്ച് 2 പാർട്ടെങ്കിലും മിനിമം ഇത് മൊത്തം മാപ്പ് കഴിക്കാൻ, അതായത് എക്സ്പ്ലോർ ചെയ്യാൻ എടുക്കുക. ബൈ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.